ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 281 ദിവസം. സൂറത്തുൽ ബഖറ 275. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. എന്നാൽ പലിശ മുതൽ തിന്നുന്നവരുണ്ടല്ലോ, അവരുടെ ഗതി പിശാചുബാധയാൽ ഭ്രാന്തു പിടിച്ചവൻ്റെ ഗതി പോലെയാകുന്നു. അവർക്ക് ഈ ഗതി വന്നത് ഇങ്ങനെ വാദിച്ചതുകൊണ്ടത്രേ. കച്ചവടവും പലിശ ഇടപാട് പോലെ തന്നെ. എന്നാൽ കച്ചവടത്തെ അള്ളാഹു അനുവദിക്കുകയും പലിശ ഇടപാടിനെ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ താക്കീത് ലഭിച്ചതിൻ ഫലമായി വല്ലവനും പലിശ ഇടപാടിൽ നിന്ന് വിരമിച്ചാൽ അവൻ നേരത്തെ അനുഭവിച്ചത് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവൻ്റെ കാര്യം അള്ളാഹുവിങ്കലാകുന്നു. താക്കീത് ലഭിച്ച ശേഷവും പലിശ ഇടപാട് തുടരുന്നവരോ അവർ നരകാവകാശികളാകുന്നു. അവരതിൽ നിത്യമായി വസിക്കും. ഖുർആൻ സന്തോഷവാർത്തയും മുന്നറിയിപ്പുമാണ്. സത്യവും അസത്യവും അത് വേർതിരിച്ചു തരുന്നു. സ്വർഗം ലഭിക്കുന്ന സൽക്കർമ്മത്തെയും നരകം ലഭിക്കാൻ കാരണമാവുന്ന ദുഷ്കർമ്മത്തെയും അത് വ്യക്തമാക്കി തരുന്നു. ഇതുവരെ ഇവിടെ ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. ദാനം നൽകുമ്പോൾ ഉണ്ടാവേണ്ടുന്ന ഉദ്ദേശത്തെക്കുറിച്ചും പറഞ്ഞു. ഇനി ദരിദ്രരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് ലാഭമുണ്ടാക്കുന്ന പലിശയെക്കുറിച്ചാണ് പറയുന്നത്. പലിശ എന്നത് ഒരു പെരും നുണയാണ്. 100 രൂപ ഒരാൾക്ക് നൽകിയാൽ അത് സമയം കൂടുന്നതിനനുസരിച്ച് 110ഉം 120ഉമൊക്കെയാകുന്ന പെരും കള്ളം. ജനങ്ങളുടെ അവശത കണ്ടറിഞ്ഞ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ദാനം ചെയ്യുന്നവരിൽ നിന്ന് വിപരീതമാണ് അത്യാവശ്യക്കാരൻ്റെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് ലാഭമുണ്ടാക്കുന്ന പലിശ. അവർക്ക് ഒരിക്കലും തൃപ്തികരമായ ഒരു ജീവിതം ഉണ്ടാവില്ല. പിശാചുബാധയേറ്റതുപോലെയാണ് അവരുടെ അവസ്ഥ. കച്ചവടവും പലിശയും ഒരുപോലെ തന്നെയാണെന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ കച്ചവടം അള്ളാഹു അനുവദിച്ചതാണ്, പലിശ അള്ളാഹു നിരോധിച്ചതാണ്. ഏതായാലും കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഈ സൂക്തങ്ങൾ പിന്തുടരുക. ഇതൊരു താക്കീതാണ്. താക്കീത് ലഭിച്ച ശേഷവും പലിശ ഇടപാട് തുടരുന്നവർ നരകാവകാശികളാണ്. അവരതിൽ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.